കുറച്ച് സാവകാശത്തോടു കൂടി പോലീസ് ആക്ട് ചെയ്യണമായിരുന്നു. പോലീസിന്റെ ഇപ്പോഴത്തെ നടപടിയിലല്ല പ്രശ്നം, പോലീസ് ധൃതി കാണിക്കാതിരിക്കണമായിരുന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണോ ഈ ചർച്ചയിൽ പ്രതിരോധിക്കുന്നവർ പോലും സമ്മതിക്കുന്ന കാര്യം? ഷാനി, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പാൻഡമിക് സമയത്ത് നമ്മൾ ഒരുപാട് ബറിയൽ പല രീതിയിലും തെറ്റായ രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഇന്ത്യയിൽ ഏഷ്യൻ രാജ്യങ്ങൾക്കകത്തുണ്ടായി. പ്രത്യേകിച്ചും ഇന്ത്യക്കകത്ത് കൂട്ടിയിട്ട് അറിയിക്കാതെയും ഒക്കെ സീക്രട്ട് ആയിട്ടുള്ള ചെറിയ ബറിയൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യ UN-ലെ അംഗമായിരിക്കെ തന്നെ പ്രത്യേക രീതിയിൽ തന്നെ വീണ്ടും നമ്മൾ വായിച്ചു കേട്ടതാണ്. ഒരു 5 വർഷം മുൻപ് വീണ്ടും ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾ. അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഡെഡ് ബോഡിക്ക് കിട്ടേണ്ട മാന്യതകളുണ്ട്. അതിൽ UN-ലെ അംഗം എന്ന രീതിയിൽ ഇന്ത്യ അത് പാലിക്കേണ്ടതുണ്ട്. ഞാൻ പ്രധാനമായിട്ട് പറയാം, ട്രാൻസ്പെറൻസിയാണ് ഒന്നാമത്. അതായത് ഏതൊരു മരണത്തിലും, അത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അത് ആ മരണത്തിന് ഒരു ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത ഉറപ്പാക്കണം. മറ്റൊന്ന്, പബ്ലിക് ഹെൽത്ത് കൺസേൺ പരിഗണിക്കണം എന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് കൾച്ചറൽ സെൻസിറ്റിവിറ്റി, അതായത് സാംസ്കാരിക സംവേദന ക്ഷമത ഉണ്ടാകണം. ഇത് മൂന്നും നഷ്ടപ്പെടുന്ന അവസരത്തിൽ ഇൻവെസ്റ്റിഗേഷന് അത് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അനുമതി ഉണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ഡെഡ് ബോഡിക്ക്, അത് ആരുടെയും ആയിക്കോട്ടെ, ഉള്ളതാണ്. അത് UN-ൽ അംഗമായില്ലെങ്കിൽ പോലും ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എങ്ങനെയാണ് UN-ൽ ഇപ്പോഴും അംഗമായി നിൽക്കുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ. ഒരു മികച്ച ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. പല വെല്ലുവിളികളും നമുക്കുണ്ട്. അപ്പോൾ പോലും ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിനകത്ത്, അത് എല്ലാ ഡെമോക്രാറ്റിക് രാജ്യങ്ങളും ഒരു ലീഗൽ ഫ്രെയിം വർക്കിനകത്താണ് നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത ട്രാൻസ്പെറൻസി പ്ലസ് അക്കൗണ്ടബിലിറ്റിയാണ്. ഇത് ഉള്ള ഒരു രാജ്യത്തല്ല എങ്കിൽ ഒളിവും മറവും പലയിടങ്ങളിലും നമ്മൾ കാണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നമുക്കൊരു പ്രതിച്ഛായുണ്ട്. നമ്മുടെ സമൂഹങ്ങൾ എല്ലാ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒരു ചൊല്ല് തന്നെയില്ലേ, ചന്ദ്രനിൽ ചെന്നാൽ അവിടെയും ഒരു മലയാളി കാണുമെന്ന്. അവരുടെ പ്രതിച്ഛായ അവരുടെ തൊഴിലിനെ ബാധിക്കുന്നു, അവരുടെ ഇമേജിനെ ബാധിക്കുന്നു. തീർച്ചയായും അത് മനുഷ്യന്റെ സാർവദേശീയമായ അന്തസ്സിന്റെ പ്രശ്നം കൂടിയാണ് എന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പോൾ താങ്കളിലേക്ക് തിരിച്ചു വരാം.